ഏതിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കേണ്ടായിരുന്നത്? ആൻഷ്യൻ സിവിലൈസേഷൻസിനെ കുറിച്ചുള്ള ക്ലാസ് ആണ്. അതിൽ തന്നെ ഈജിപ്ഷ്യൻ നാഗരികത, ഈജിപ്ഷ്യൻ സിവിലൈസേഷനെ കുറിച്ചാണല്ലോ പറഞ്ഞത്. അത് നമ്മൾ യൂണിറ്റ് 1 ഏതാണ്ട് കംപ്ലീറ്റ് ആക്കി. ഇനി നമുക്ക് യൂണിറ്റ് 3നെ കുറിച്ച് പറയാം. ഇവല്യൂഷൻ ഓഫ് റിലീജിയൻ, അതാണ് നമുക്ക് ഇനി മൂന്നാമത്തെ യൂണിറ്റിൽ പറയാം. അപ്പോൾ യൂണിറ്റ് 1ഉം യൂണിറ്റ് 2ഉം കഴിഞ്ഞ് ഇവല്യൂഷൻ ഓഫ് റിലീജിയൻ എന്ന യൂണിറ്റ് 3യിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ഇത്രയും നേരം ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ്റെ ഒരു എന്തൊക്കെ ആസ്പെക്റ്റിലാണ് അത് വന്നത്, നൈല് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, അവിടുത്തെ ഫറോവമാർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയി അല്ലേ. ഇനി നമുക്ക് റിലീജിയൻ എല്ലാ നാഗരികതകളിലും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം തന്നെയാണ്. നമ്മുടെ ഇന്നത്തെ സൊസൈറ്റി പോലെ തന്നെ അന്നും റിലീജിയൻ, ഇന്നത്തെ റിലീജിയൻ അല്ല, പക്ഷെ അന്ന് അവരുടേതായിട്ടുള്ള ഒരു ബിലീഫ് സിസ്റ്റം അവർക്കും ഉണ്ടായിരുന്നു. ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ അത് അതിൻ്റെ ഒരു കേന്ദ്രം തന്നെയായിരുന്നു. റിലീജിയൻ അല്ലെങ്കിൽ റിലീജിയസ് പ്രാക്ടീസസ്, ബിലീഫ്സ്, ഇതിൻ്റെയൊക്കെ ഒരു കേന്ദ്രം തന്നെയായിരുന്നു ഈജിപ്ഷ്യൻ സിവിലൈസേഷനും. അവിടെ പ്രധാനമായിട്ടും അവർ വിശ്വസിച്ചിരുന്നത് ഒന്ന് ലൈഫ് ആഫ്റ്റർ ഡെത്ത്, മരണാനന്തര ജീവിതം. മരണാനന്തരം ഒരു വ്യക്തി അല്ലെങ്കിൽ ഇന്നത്തെ ആത്മാവെന്നൊന്നുമല്ല, അല്ലാതെ തന്നെ ഒരു ജീവിതം അവർക്ക് വേറെ ഏതോ ലോകത്ത് ഉണ്ട് എന്നാണ് ഈജിപ്ഷ്യൻ സിവിലൈസേഷന്റെ ഭാഗമായിട്ട് അവർ വിശ്വസിച്ചു പോന്നിരുന്നത്. ഇപ്പൊ ലൈഫ് ആഫ്റ്റർ ഡെത്ത്, മരണാനന്തര ജീവിതം അവരുടെ ഒരു പ്രധാനപ്പെട്ട റിലീജിയസ് വ്യൂ ആയിരുന്നു. അടുത്തത് എന്ന് പറഞ്ഞാൽ ഹയർ പവർ. അവർ വിശ്വസിക്കുന്ന എപ്പോഴും സൂപ്പർ ഹ്യൂമൻ ആയിട്ടുള്ള ഒരു കാര്യം ഈ ലോകത്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാണ്. നമ്മുടെ സാധാരണ അവരുടെ കൂടെയുള്ള മനുഷ്യന്മാർക്ക് സാധിക്കാത്ത പലതും ചെയ്യാൻ കഴിയുന്ന ഒരു സൂപ്പർ ഹ്യൂമൻ പവർ, അതാണ് അവർ ഹയർ പവർ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഹയർ പവറിൽ അവർ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഇവല്യൂഷൻ ഓഫ് റിലീജിയനിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന് ഹയർ പവറിലുള്ള വിശ്വാസം, പിന്നെ ലൈഫ് ആഫ്റ്റർ ഡെത്തും, മരണത്തിന് ശേഷം ജീവിക്കുന്നു എന്നുള്ളത്. ഇത് രണ്ടുമാണ് റിലീജിയന്റെ ബേസിസിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങളായിട്ട് ഓർത്തിരിക്കേണ്ടത്. ഇനി നമുക്ക് അവരുടെ റിലീജിയനെ കുറിച്ച് പറയുമ്പോൾ എന്താണ് ദൈവം അല്ലെങ്കിൽ എന്താണ് റിലീജിയൻ, എന്താണ് അവരുടെ വിശ്വാസം എന്ന് ചോദിച്ചാൽ, ഒന്ന് അവരുടെ ചിന്തകൾ. അവരുടെ ചിന്തകളിൽ വരുന്നത് നമ്മളെ ജനിപ്പിച്ച ഒരാളും മരിക്കാൻ സഹായിക്കുന്ന ഒരാളും ക്രിയേറ്ററും ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ അവരെ മരണത്തിലേക്ക് നയിക്കുന്ന കാരണം ഉണ്ടായിരുന്നു. അപ്പൊ ബർത്ത് ആൻഡ് ഡെത്ത്, ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ട 2 ആശയങ്ങൾ. അപ്പൊ ജനനവും മരണവും അതിനെ സംബന്ധിക്കുന്ന പ്രക്രിയകളിലൂടെയാണ് അവർ ദൈവത്തിനെ അല്ലെങ്കിൽ വിശ്വാസത്തിനെ കൊണ്ടുപോയിരുന്നത്. അത് തന്നെയായിരുന്നു അവരുടെ റിലീജിയൻ എന്ന് പറയുന്നത്. അപ്പൊ ക്രിയേറ്ററും ഉണ്ട്, ക്രിയേഷന് കാരണമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും ഉണ്ട്. അപ്പൊ അതാണ് അവരുടെ പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത്, അവരുടെ ചിന്താഗതി എന്ന് പറയുന്നത്. ഇനി ദൈവങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ദൈവം അവർക്കാരാണ്? സൂര്യൻ തന്നെയാണ്. സൂര്യൻ ചുറ്റിപ്പറ്റിയുള്ള ദൈവങ്ങളും അതിന്റെ തന്നെ പല ഫോമും പല വേർഷനുമാണ് അവർ ആരാധിച്ചുകൊണ്ട് പോന്നിരുന്നത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് റാ എന്ന് പറയുന്ന ഗോഡ്. ഇതിനെ തന്നെ പല ഫോമിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇനി അങ്ങോട്ട് ദൈവങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ കൺഫ്യൂഷൻ ആയി പോകരുത്. കാരണം എന്താ പറയുക, ഈ സൺ ഗോഡിനെ ഇപ്പൊ റാ എന്ന പേര് പറഞ്ഞു, കുറച്ച് കഴിഞ്ഞാൽ ഈ സൺ ഗോഡിന് തന്നെ വേറൊരു പേരുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇതേ പേരിൽ തന്നെ വേറൊരു ദൈവം ഉണ്ടായിരിക്കാം. അപ്പൊ ഒരു എന്താ പറയുക, കൂടിക്കുറഞ്ഞ ഒരു കൊളാപ്സ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് നിർവചിക്കാൻ പറ്റാത്ത ഒരു സിസ്റ്റം ഒക്കെ ഇവരുടെ ദൈവവിശ്വാസത്തിൽ ഉണ്ടായിരിക്കും. അപ്പൊ ബേസിക്കലി അവരുടെ ദൈവത്തിനെ കുറിച്ചുള്ള കോൺസെപ്റ്റില് സൺ ഗോഡ് അഥവാ സൂര്യ ഭഗവാനായിട്ടുള്ള റാനെയാണ് പറയുന്നത്. റാ എന്ന് പറയുന്നത് സൂര്യ ഭഗവാൻ. അതിനുശേഷം ക്രിയേറ്റർ ഗോഡ് ഉണ്ട്, അവരെ ജനിപ്പിച്ചു എന്നവർ വിശ്വസിക്കുന്ന എമൻ എന്ന് പറയുന്ന ഒരു ക്രിയേറ്റർ ഗോഡ് ഉണ്ട്, ജനനത്തിന് സഹായിക്കുന്ന ദൈവം. അടുത്തത് അവരുടെ മദർ ഗോഡസ് ആണ്. അവർക്ക് സ്ത്രീ ദൈവങ്ങളിലും വിശ്വാസം ഉണ്ടായിരുന്നു, മെയിൽ ഗോഡസും ഫീമെയിൽ ഗോഡസസും. അതുപോലെ അവർ വിശ്വസിക്കുന്ന ഒരു അമ്മ ദൈവം എന്നൊക്കെ പറയുന്ന ഒരു വിശ്വാസമായിരുന്നു. മദർ ഗോഡസിന് പെടുന്നതാണ് ഐസിസ് എന്ന് പറയുന്ന ഒരു മദർ ഗോഡസും അവരുടെ വിശ്വാസത്തിലുണ്ടായിരുന്നു. അപ്പം ആരൊക്കെയാണ്? റേ എന്ന് പറയുന്ന സൺ ഗോഡ്, ക്രിയേറ്റർ ഗോഡായിട്ടുള്ള എമൻ, ദെൻ ഐസിസ് എന്ന് പറയുന്ന മദർ ഗോഡസ്. ഇത് 3മാണ് പ്രധാനപ്പെട്ട ദൈവങ്ങൾ. വേറെ ഒന്നും നമ്മൾ ഓർത്തു വെച്ചില്ലെങ്കിലും ഈ 3 പേരുകൾ നമ്മൾ ഓർത്തു വെക്കുക തന്നെ വേണം അവരുടെ ഒരു റിലീജിയസ് സിസ്റ്റത്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ. ഇനി റിലീജിയനെ കുറിച്ച് പറയുമ്പോൾ എവിടെ നിന്നാണ് അവരുടെ റിലീജിയന്റെ തുടക്കം എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല, നമ്മുടെ സൊസൈറ്റിനെ ഡിഫറെന്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ നിയോലിത്തിക് കാലഘട്ടത്തിലാണ് ഈ റിലീജിയൻ എന്ന് പറയുന്ന സംഭവത്തിലേക്ക് അവർ ആദ്യമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ എവിഡൻസസ് കിട്ടുന്നത്. നമുക്ക് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇതിനൊക്കെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ തെളിവുകൾ കിട്ടുന്നത്, റിലീജിയന്റെ തെളിവ് കിട്ടുന്നത് നിയോലിത്തിക് കാലഘട്ടത്തിൽ അവര് റിലീജിയനിൽ വിശ്വസിച്ചു തുടങ്ങി എന്നതിനെ പറ്റിയിട്ടാണ്. അതായത് അവരാദ്യം വിശ്വസിച്ചത് എന്തായിരുന്നു? പ്രകൃതിയെ തന്നെയാണ്. അപ്പൊ നമ്മൾ സൺ ഗോഡിനെ കുറിച്ച് പറഞ്ഞു അല്ലെ. സൺ എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രകൃതിയാൽ സൃഷ്ടിക്കപ്പെട്ട ഒരു സംഭവമാണ്. അപ്പൊ പ്രകൃതി ദൈവങ്ങളെ ആരാധിക്കുക, നാച്ചുറിന്റെ വിവിധ ഘട്ടങ്ങളെ അവർ ആരാധിച്ചു പോന്നിരുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ ഈ നാച്ചുറിനെ കുറിച്ച് പറയുമ്പോൾ എന്താണ്? നമുക്കറിയാലോ, അവരൊക്കെ ഒരു അഗ്രികൾച്ചറൽ സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നവരാണ്. അപ്പൊ അഗ്രികൾച്ചർ സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുമ്പോൾ സൂര്യന്റെ ശക്തി അവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ മറ്റൊന്നാണ് എന്ത്? മഴ.
ഇടിമിന്നല്, ഈ ഫ്ലഡ്, ഇതൊക്കെ ഇവരുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ ഇതിനൊക്കെ ബന്ധപ്പെട്ടിട്ട് ഇവർക്ക് എന്തുണ്ട്, ആരാധനാ കേന്ദ്രങ്ങൾ ഉണ്ടായിരിക്കും. ഇതിനൊക്കെ ആയിരിക്കും ഇവർ ആരാധിക്കുന്നുണ്ടാവുക. അപ്പോൾ മഴ പെയ്യാൻ വേണ്ടിയിട്ട്, മഴ കൂടിപ്പോയാൽ, അപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇവർ എന്തുണ്ടാക്കുന്നത്, ദൈവങ്ങളെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ഫോഴ്സസ് ഓഫ് നേച്ചർ, പ്രകൃതിയാൽ രൂപപ്പെട്ടിട്ടുള്ള കുറെ സംഭവങ്ങൾ, അതിനെ ആരാധിക്കുക, അതിനെ നിയന്ത്രിക്കാൻ വേണ്ടി ആരാധിക്കുക, അത് ഉണ്ടാവാൻ വേണ്ടി ആരാധിക്കുക, ഇതൊക്കെ തന്നെയായിരുന്നു അവരുടെ പ്രകൃതിയാൽ ഉണ്ടാക്കിയ സംഭവങ്ങൾ ആരാധിക്കുക എന്നുള്ളതാണ് അവരുടെ റിലീജിയന്റെ ഒറിജിൻ എന്ന് പറയുന്നത്. എല്ലാ മതങ്ങളിലും എല്ലാ റിലീജിയന്റെയും ഒറിജിൻ എന്ന് പറയുന്നത് ഇങ്ങനെ തന്നെയാണ്. എല്ലാ സൊസൈറ്റിയും ഇങ്ങനെ തന്നെയാണ് വിശ്വാസങ്ങളെ കൊണ്ടുവരാൻ തുടങ്ങിയത്. അത് പിന്നീട് ഒരു 3000 BC ഒക്കെ ആയപ്പോൾ അവരത് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് വരാൻ തുടങ്ങി. അവരുടെ വിശ്വാസങ്ങൾ കുറച്ചും കൂടെ തീവ്രമായിട്ട് വരാൻ തുടങ്ങി. ഇവരുടെ റിലീജിയസ് പ്രാക്ടീസസിനെ കുറിച്ച് ഒരു റിട്ടൺ, നമുക്ക് എഴുതപ്പെട്ട കുറെ എവിഡൻസസ് കിട്ടുന്നുണ്ട്. 3400 BC തന്നെ ഇവർ ഈ റിലീജിയനെ കുറിച്ച് എഴുതി വെച്ചിട്ടുള്ള ഒരുപാട് റിട്ടൺ ഡോക്യുമെന്റ്സ്, എഴുതപ്പെട്ട ഡോക്യുമെന്റ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെയാണ് ഇവരുടെ ഈ റിലീജിയസ് ബിലീഫിനെ കുറിച്ചുള്ള വിശ്വാസങ്ങൾ നമുക്ക് കിട്ടിത്തുടങ്ങിയത്. നമ്മളുടെ പോലെ തന്നെ അവരുടെ ഈ റിലീജിയസ് കോൺസെപ്റ്റിനെ പറയുന്നതാണ് മാറ്റ് അഥവാ മായറ്റ് എന്നാണ് പറയുക. എന്താണ്, അവരൊരു ഫിലോസഫിക്കലായിട്ട് ഇതിനെ പറയുന്ന ടേമാണ് മാറ്റ്, MAAT, മാറ്റ് അല്ലെങ്കിൽ മായറ്റ്, MAYET, മായറ്റ് എന്നാണ് അവരിതിനെ പറയുന്നത്. ഇനി നമ്മളിപ്പോൾ തന്നെ പഠിച്ചു അല്ലെ, സൺ ഗോഡ് ആയിട്ടുള്ള റാ ഉണ്ട്, എമൻ ഉണ്ട്, ഐസിസ് ഉണ്ട്, അങ്ങനെ ദൈവങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞുപോയി. അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, ഒരു ഒറ്റ ദൈവം എന്നുള്ള കോൺസെപ്റ്റ് അല്ല അവർക്കുള്ളത്. ഒരു മോണോത്തിയസം അല്ല, ഒരു ഏകദൈവം കോൺസെപ്റ്റ് അല്ല. പകരം എന്താണ്, പ്രകൃതിയിൽ കാണുന്ന പലതിനെയും അവർ ആരാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പോളിതീയിസം എന്ന് പറയാം. അവരുടെ ആദ്യകാലത്തുള്ള വിശ്വാസം എന്ന് പറയുന്നത്, ഈജിപ്ഷ്യൻ സിവിലൈസേഷന്റെ ആദ്യകാല വിശ്വാസം എന്ന് പറയുന്നത് എന്താണ്, ഏർലി പോളിതീയിസം എന്ന് നമുക്കതിനെ വിശേഷിപ്പിക്കാൻ പറ്റും. ഒന്നിൽ കൂടുതൽ ദൈവങ്ങളെയാണ് അവർ ആരാധിച്ചു പോന്നിരുന്നത്. അപ്രോക്സിമേറ്റ്ലി ഒരു 3000 ഗോഡ്സ്, 3000-ൽ പരം ദൈവങ്ങളെ അവർ, പല രീതിയിലുള്ള ദൈവങ്ങളെ അവർ ആരാധിച്ചിരുന്നു നമുക്ക് കണക്കാക്കാൻ പറ്റും. അതിൽ ആരൊക്കെ ഉണ്ട്, മൃഗങ്ങളുണ്ട്, പലതരത്തിലുള്ള ജീവികളെ അവർ ആരാധിച്ചിരുന്നു. സൂര്യൻ ആരാധിച്ചിരുന്നു, ചന്ദ്രൻ ആരാധിച്ചിരുന്നു. അങ്ങനെ പല രീതിയിലുള്ള ഈ നാച്ചുറൽ, ഈ പ്രകൃതിയിൽ ഉണ്ടായിട്ടുള്ള പല സംഭവങ്ങളെ അവർ ആരാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു 3000 ദൈവങ്ങൾ അവർ ആരാധിച്ചിരുന്നതായിട്ട് കണക്കാക്കാം നമുക്ക്. ഇനി ആദ്യകാലങ്ങളിൽ ഇത് കേവലം എന്താണ്, നമ്മൾ വെറുതെ ഒരു ദൈവവിശ്വാസമായിരുന്നു. ഇതിനെങ്ങനെ നമ്മൾ വിശ്വസിക്കുക, അവരതിനെ പ്രാർത്ഥിക്കുന്നു, അങ്ങനെയൊക്കെയായിരുന്നു. പിന്നീട് എന്തുണ്ടായി, അതൊരു ഐഡൽ വർഷിപ്പായിട്ട് മാറി. ഒരു വിഗ്രഹം വെച്ചിട്ട് അതിനെ പ്രാർത്ഥിക്കുക എന്ന രീതിയിലേക്ക് പിന്നീട് അവര് ചേഞ്ച് ചെയ്യുന്നതാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ സാധാരണ ഒരു വിശ്വാസത്തിൽ നിന്ന് വിഗ്രഹം വെച്ച് ഒരു ഐഡൽ വർഷിപ്പിലേക്ക് അവര് മാറിയതായിട്ട് കണക്കാക്കാൻ പറ്റും. ഇനി നമ്മൾ പറഞ്ഞല്ലേ, റാ എന്ന് പറയുന്നത് അവരുടെ ഒരു പ്രധാനപ്പെട്ട ദൈവമായിരുന്നു എന്ന് പറഞ്ഞു. അതിനോടൊപ്പം തന്നെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്, ഈ റാ ഗോഡിനെ അല്ലെങ്കിൽ സൺ ഗോഡിനെ തന്നെ പല സമയങ്ങളിൽ അവർ പല പേരാണ് വിളിക്കുക. അതായത് ഉദിക്കുന്ന സമയത്ത് ഒരു പേര്, അസ്തമിക്കുന്ന സമയത്ത് ഒരു പേര്, അങ്ങനെ പല സമയത്തും അവർക്ക് ഇതിനെ പല പേരുകൾ വിളിക്കുന്ന സ്ഥിതിയുണ്ട്. അപ്പോൾ സൺ ഗോഡിനെ തന്നെ അവര് പല ടെക്സ്റ്റിലും പല റിട്ടൺ ഡോക്യുമെന്റ്സിലും സൺ ഗോഡിനെ കെപ്രി എന്ന് വിളിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റും. KHEPRI, കെപ്രി. അത് സൺ ഗോഡിന്റെ മറ്റൊരു പേരായിരുന്നു. അത് കെപ്രി എന്ന പേര് ഓൾമോസ്റ്റ് ഒരുപാട് റെക്കോർഡ്സിൽ, റിട്ടൺ റെക്കോർഡ്സിൽ നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊരു പേര് റേ എന്ന് പറഞ്ഞു. വേറൊരു പേരാണ് ആറ്റം എന്നുള്ളത്. ആറ്റം എന്ന് പറഞ്ഞ സൂര്യന്റെ അഥവാ ഈവനിങ്, സന്ധ്യാസമയങ്ങളിലുള്ള സൂര്യനെ അവര് ആറ്റം എന്നാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആറ്റം, അങ്ങനെ 3 കാറ്റഗറീസ് ആണ് സൂര്യനെ അവര് പറയുന്നത്. ആറ്റം ഉണ്ട്, റേ ഉണ്ട്, കെപ്രി ഉണ്ട്. അപ്പൊ അത് മനസ്സിലായില്ലേ, അതാണ് സോളാർ ഗോഡിനെ അല്ലെങ്കിൽ സൺ ഗോഡിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രധാനമായിട്ടും ഉള്ളത്. ഇനി ദൈവങ്ങളെ ഒരു ഐഡൽ വർഷിപ്പ് തുടങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അവർക്ക് അതിനൊരു കേന്ദ്രം ഉണ്ടാക്കും അല്ലെ. ദൈവങ്ങൾക്ക് എപ്പോഴും ഐഡൽ വർഷിപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു കേന്ദ്രമാണ്, അവരെ ആരാധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റിലീജിയസ് സെന്റർ ആണ് പിന്നെ അടുത്തതായിട്ട് വരിക. അതിന്റെ ഭാഗമായിട്ട് അവര് സൂര്യന്റെ ഒരു പ്രധാന സെന്റർ ആയിരുന്നു ഹീലിയോപോളിസ് എന്ന് പറയുന്നത്. സൺ ഗോഡിന്റെ പ്രധാന സെന്റർ ആണ് ഹീലിയോപോളിസ്. അതുപോലെ ടാ എന്ന് പറഞ്ഞ ഒരു ദേവൻ, ടായുടെ ആയിരുന്നു മെംഫിസ് എന്ന് പറയുന്ന സ്ഥലം. ടായുടെ മെംഫിസ്, എമൻ എന്ന് പറഞ്ഞ ദൈവത്തിന്റെ തീബ്സ് എന്നാണ്, എമന്റെ തീബ്സ് ആണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്, സൺ ഗോഡിന്റെ ഹീലിയോപോളിസ്, ടായുടെ മെംഫിസ്, എമന്റെ തീബ്സ്, ഈ 3 സെന്ററുകളായിരുന്നു വർഷിപ്പിക്കാൻ അവർ പ്രധാനമായിട്ടും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ആരാധനയെ കുറിച്ച് പറയുമ്പോൾ ദൈവങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് വിശ്വാസത്തിനേക്കാൾ ഉപരി അതൊരു പേടിയായിട്ടാണ് ചെറുപ്പം തൊട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അപ്പൊ നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത്, നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം കോപിക്കും, ദൈവം നമ്മളെന്തോ ഉപദ്രവിക്കാൻ വരുന്നു എന്ന രീതിയിലാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതൊരു പേടിയായിട്ടാണ് നമ്മൾ വലുതാക്കുന്നത്.
അയ്യോ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ദൈവം പിടിക്കും, ദൈവം നമ്മൾ ചീത്ത പറയും, ഭക്ഷണം കളഞ്ഞാൽ ദൈവം ചീത്ത പറയും. അങ്ങനെയൊക്കെ നമ്മൾ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സെൻസിലാണ് നമ്മൾ അതിനെക്കുറിച്ച് ആദ്യം മുതൽക്ക് കേൾക്കുന്നത്. അപ്പോൾ പേടി, ദൈവത്തിനോട് എന്താണ്, ആരാധനയേക്കാൾ ഉപരി പേടിയാണ്, ശിക്ഷിക്കും എന്ന പേടി. ഇതേ പേടി തന്നെയാണ് പ്രാചീന കാലഘട്ടം മുതൽക്ക് തന്നെ ജനങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നത്. അപ്പൊ ദൈവത്തിനെ ആരാധിക്കുക എന്നതൊക്കെ വിട്ടിട്ട് ദൈവം എന്ന് പറയുന്നത് എന്താണ്, പണിഷ് ചെയ്യാനുള്ള, നമ്മളെ എന്ത് തെറ്റ് കാണിച്ചാലും പണിഷ് ചെയ്യും ആ ഒരു കോൺസെപ്റ്റിലേക്കാണ് ഈജിപ്ഷ്യൻ നാഗരികതയും ദൈവങ്ങളെ കൊണ്ട് എത്തിക്കുന്നത്. അപ്പൊ ദൈവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ദ ഫൈനൽ അതോറിറ്റി ടു പണിഷ് എന്നായി മാറി. നമ്മളെ പണിഷ് ചെയ്യാനുള്ള, നമ്മൾ തെറ്റ് കണ്ടാൽ ശാസിക്കാനുള്ള, നമ്മൾ പണിഷ് ചെയ്യാനുള്ള ഒരു ഫൈനൽ അതോറിറ്റി എന്ന രീതിയിലേക്ക് ദൈവങ്ങളെ അവർ കൊണ്ടുപോയി. പിന്നെ അടുത്ത സ്റ്റേജ് എന്താണ്, ദൈവങ്ങളെ ആദ്യം നമുക്ക് എന്താണ്, നമ്മളെ കാർഷിക വിളകളൊന്നും നശിച്ചു പോകല്ലേ എന്നുള്ള പ്രാർത്ഥനയായിരുന്നു. അത് പിന്നെ എന്തായി, അത് നശിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മറ്റൊരാളോട് തല്ലിടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി, അതിനെ നമ്മൾ ദൈവം എന്ന് പറയുന്ന ഒരു യുദ്ധത്തിന്റെ മാർഗമായിട്ടും കൂടെ ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ റിലീജിയൻ എന്ന് പറയുന്നതിന്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജ് നമുക്ക് കൃത്യമായിട്ട് ഇവിടെ കാണാൻ സാധിക്കും. ആദ്യം നമ്മൾ ആരാധിക്കുന്നു, പിന്നെ വിഗ്രഹം വെച്ച് ആരാധിച്ചതിന് ശേഷം അതിന് നമ്മൾ പേടിപ്പെടുത്തുന്ന രീതിയിലും ആരാധിക്കാൻ തുടങ്ങുന്നു. പണിഷ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഒരാളായിട്ട് നമ്മൾ ദൈവങ്ങളെ കൊണ്ടുവരാൻ തുടങ്ങി. അപ്പോൾ ആ രീതിയിലുള്ള മാറ്റം നമുക്ക് ഈജിപ്ഷ്യൻ സിവിലൈസേഷന്റെ ഭാഗമായിട്ട് കാണാൻ സാധിക്കും. അപ്പൊ നമ്മൾ ഈ മെംഫിസ്, അതുപോലെ തന്നെ ഹീലിയോപോളിസ് തുടങ്ങിയ സെന്ററുകളെ കുറിച്ച് പറഞ്ഞല്ലേ, നമ്മൾ എന്താ പറയുക, ദൈവങ്ങളെ ആരാധിക്കാനുള്ള സെന്ററുകളെ കുറിച്ച് പറഞ്ഞു. ആ സെന്ററുകൾ പോലും എന്താണ്, വർഷിപ്പിംഗ് സെന്റേഴ്സിൽ എന്ത് വരികയാണ്, നമ്മൾ ചെയ്യാൻ പാടുള്ള കാര്യങ്ങളും പാടില്ലാത്ത കാര്യങ്ങളും, നോംസ് ആൻഡ് റെഗുലേഷൻസ് നിർബന്ധമായിട്ടും സൊസൈറ്റിയിൽ, റിലീജിയസ് സെന്റേഴ്സിൽ വരാൻ തുടങ്ങും. അപ്പൊ അത്തരത്തിലുള്ളൊരു മാറ്റം ഈജിപ്ഷ്യൻ സിവിലൈസേഷനിലും ഉണ്ടായി എന്ന് നമ്മൾ മനസ്സിലാക്കണതിന്റെ ഭാഗമായിട്ട്. ഇനി നമുക്കറിയാം അല്ലെ, നമ്മുടെ ഇന്ത്യൻ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് എടുത്തറിയാൻ പറ്റും, ഒരു ദൈവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ആ ദൈവത്തിന്റെ കൂടെ ഒരു വെഹിക്കിള് പോലെ ഒന്നുകൂടെ ഉണ്ടായിരിക്കും. ഇപ്പൊ ഗണപതിയെ എടുക്കുമ്പോൾ എലി ഉണ്ടാവും കൂടെ എന്ന് പറയുന്ന പോലെ, ഒരു ദൈവത്തിന്റെ കൂടെ ആരുണ്ട്, മറ്റൊരു ആനിമലും കൂടെ ഉണ്ടാവും. ഇവർക്ക് നമ്മൾ ഓൾറെഡി ആലോചിക്കണം, നാച്ചുറിന്റെ ഫോഴ്സസിനെ മാത്രമല്ല, ആനിമൽസ്, ബേർഡ്സ്, അതുപോലെ തന്നെ സൊസൈറ്റിയിൽ കാണുന്ന എല്ലാത്തിനെയും ഇവർ ആരാധിക്കുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കണം. അതിന്റെ കൂടെ തന്നെ ഈ ദൈവങ്ങളുടെ കൂടെ ഒരു എക്സ്റ്റേണൽ വെഹിക്കിൾസ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ജീവിനെയും കൂടെ ഇവര് ആരാധിക്കാൻ തുടങ്ങി. അതിന്റെ ഭാഗമായിട്ട് ചില ഡീറ്റീസിന്റെ, സെബക് എന്ന് പറയുന്ന ഒരു ആരാധന കേന്ദ്രം, അത് സെബക് എന്ന് പറയുന്ന ഒരു ദൈവം, ആ ദൈവത്തിന്റെ കൂടെയുള്ള ആളാണ് ക്രൊക്കോഡൈൽ. സെബക്കിന്റെ കൂടെ ആരുണ്ട്, മുതലുണ്ട്. അതുപോലെ കെപ്രിയുടെ കൂടെ, കെപ്രി ആരാ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, ആരായിരുന്നു കെപ്രി, സൂര്യനായിട്ട് ബന്ധപ്പെട്ടുള്ള ദൈവമാണ് കെപ്രി. കെപ്രിയുടെ കൂടെ ആരുണ്ട്, വണ്ടുണ്ട്, കെപ്രിയുടെ കൂടെ വണ്ട് വരുന്നു. അങ്ങനെ ഓരോ ദൈവത്തിന്റെ കൂടെയും ഒരു ആനിമൽ എന്ന രീതിയിലേക്ക് ആനിമൽസിനെയും അതിന്റെ കൂടെ ചേർക്കാൻ തുടങ്ങി. ഇനി ഇതിൽ തന്നെ ഒരു പ്രത്യേകത ഉണ്ട്, ഈ ആനിമൽസിന്റെ തരംതിരിവ് പോലെയാണ് ദൈവങ്ങളുടെ എന്താ പറയാ അപ്പത്തെ മൂടെന്ന് പറയാം. നമുക്ക് ഇപ്പോൾ ദൈവത്തിന് നമ്മൾ പറയല്ലേ, ശിവന്റെ ഒക്കെ കേസ് പറയും തെക്കോട്ട് തിരിഞ്ഞിരിക്കുന്ന ശിവൻ ഒരു ഭാവം, വടക്കോട്ട് തിരിഞ്ഞിരിക്കുന്ന ശിവൻ ഒരു ഭാവം, അങ്ങനെയൊക്കെ പറയുന്ന പോലെ തന്നെ ഇവിടെയും ഈ കൂടെയുള്ള ആനിമൽസിന്റെ അടിസ്ഥാനത്തിൽ ഇവരുടെ ദൈവങ്ങൾക്ക് ഓരോ ഭാവങ്ങളായിരുന്നു. ഇപ്പൊ ലയൺ ആണ് കൂടെ ഇരിക്കുന്ന ആനിമൽ, ഒരു ദൈവത്തിന്റെ കൂടെ ഇരിക്കുന്ന ആനിമൽ ലയൺ ആണെങ്കിൽ അവിടെ എന്താണ്, ദൈവം വളരെ ക്രൂരതയോട് കൂടിയിട്ട് അല്ലെങ്കിൽ രൗദ്രഭാവത്തോടു കൂടി ഇരിക്കുന്ന ദൈവത്തിനെയാണ് ലയൺ കൂടെ വരുന്നത്. അതേസമയം കാറ്റ്, പൂച്ചയാണ് ദൈവത്തിന്റെ കൂടെ ഉള്ളതെങ്കിലോ അത് വളരെ പാവമായിട്ടുള്ള ദൈവം വളരെ ശാന്ത സ്വഭാവനായിട്ട് ഇരിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ എന്താണ്, ഈ ആനിമൽസിന് അത്രത്തോളം പ്രാധാന്യം പിന്നീട് വന്ന ഈജിപ്ഷ്യൻ സംസ്കാരത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഈ ആനിമൽസിന്റെ ഫിഗർ അല്ലെങ്കിൽ സ്കൾപ്ചേഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് ആ ദൈവം ഏതിനു വേണ്ടിയിട്ടാണ്, എന്താണ് ആ ദൈവത്തിന്റെ മൂഡ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ മനസ്സിലായോ, അതാണ് ദൈവങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് എന്ന് പറയുന്നത്. ഒരു ദൈവം ഉണ്ടായിരിക്കും, ദൈവത്തിനൊരു റിലീജിയസ് സെന്റർ വന്നു, ആ റിലീജിയസ് സെന്ററിന്റെ ഭാഗമായിട്ട് ദൈവങ്ങളുടെ കൂടെ ആനിമൽസ് ഉണ്ടാവും. ചിലപ്പോൾ ഒരു ആനിമൽ മാത്രമായിരിക്കില്ല, ഒരു ദൈവത്തിന്റെ കൂടെ 2 ആനിമൽസോ അങ്ങനെ ഒന്നിൽ കൂടുതൽ മൃഗങ്ങളും ദൈവങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കാം. അപ്പൊ ആ രീതിയിലേക്കുള്ള മാറ്റങ്ങൾ നമ്മൾ ഈ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ റിലീജിയനിൽ കാണണം. ഇനി നമുക്ക് ചില ദൈവങ്ങളെ കുറിച്ച് പറയാം. ഒരുപാട് പേരുണ്ട്, എല്ലാവരും കുറിച്ച് നമുക്ക് പഠിക്കാനൊന്നും പറ്റില്ലെങ്കിൽ ഒരു 4-5 പേരെങ്കിലും നമ്മൾ അതിനെക്കുറിച്ച് ഓർത്ത് വെച്ച് എടുക്കണം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് എമൻ. എമൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രിയേറ്റർ ഗോഡാന്ന് നമ്മൾ പറഞ്ഞു, നമ്മളെ ജനിപ്പിക്കുന്ന ദൈവമാണ് എമൻ എന്ന് പറയുന്നത്. എമൻ അല്ലാതെ ഒരു ക്രിയേറ്റർ ഗോഡും കൂടെ ഉണ്ട്, അതാണ് ആറ്റം, ATUM, ആറ്റം. അപ്പൊ ഏതൊക്കെ 2 ക്രിയേറ്റർ ഗോഡിനെ നമ്മൾ പറഞ്ഞു, എമനും ഉണ്ട് ആറ്റവും ഉണ്ട്, എമൻ, ആറ്റം, അങ്ങനെ 2 ക്രിയേറ്റർ ഗോഡ്സ് ഉണ്ട്. ഇനി അടുത്തത് എൻഹർ. എൻഹർ എന്ന് വെച്ചാൽ ANHUR. എൻഹർ എന്ന് പറഞ്ഞാൽ ആരാണ്, യുദ്ധത്തിന് വേണ്ടിയുള്ള ദൈവം, ഹണ്ടിങ്ങിന് വേണ്ടിയുള്ള ദൈവമാണ് എൻഹർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞല്ലേ,
എന്താ പറയാ, ദൈവം എന്ന് പറഞ്ഞ ഒരു ഘട്ടം എത്തുമ്പോൾ യുദ്ധങ്ങൾക്ക് വേണ്ടിയിട്ടും സ്വത്ത് അപഹരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ദൈവത്തിനെ ആരാധിക്കും. അതാണല്ലോ ഇപ്പോൾ തൊട്ടടുത്തുള്ള ഒരു ട്രൈബൽ ഗ്രൂപ്പ് ഉണ്ടാവും, ഇവരൊക്കെ ട്രൈബൽ ഗ്രൂപ്പ്സ് ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരായിരുന്നു. ഒത്തരത്തിലുള്ള ട്രൈബൽ ഗ്രൂപ്പിന്റെ അടുത്തുനിന്ന് യുദ്ധം ചെയ്ത് അവരുടെ സാധനങ്ങൾ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അവർ ദൈവത്തിനെ ആരാധിക്കും. അങ്ങനെയുള്ള ദൈവങ്ങളും അവരിടയ്ക്ക് ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു ദൈവമാണ് എൻഹർ എന്ന് പറയുന്നത്, ദ ഗോഡ് ഓഫ് വോർ എന്ന് പറയുന്നത്, യുദ്ധങ്ങളുടെ ദൈവം എന്ന് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ ബെന്നു, ഗെബ്, ഹാപ്പി, ഹോറസ്, കെപ്രി, പിന്നെ ഏതാണ് കൊൻസു, റ. നമ്മൾ നേരത്തെ പറഞ്ഞു സോളാർ ഗോഡാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം എന്ന് പറഞ്ഞൊരു ഗോഡാണ് റ. ഒരുപാട് സ്ഥലങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരുപാട് ദൈവങ്ങൾ, ഒരു നമ്മൾ പറഞ്ഞൊരു 3000 ഗോഡ്സിൽ 300 ഗോഡ്സിന്റെ പേരുകൾ തന്നെ നമുക്ക് ഉണ്ട്. അങ്ങനെ ഒരുപാട് ദൈവങ്ങൾ, ക്രിയേറ്ററിന് വേണ്ടിയിട്ട്, യുദ്ധത്തിന് വേണ്ടിയിട്ട്, മരണത്തിന് വേണ്ടിയിട്ട്, മദർ ഗോഡസസ് ആയിട്ടുള്ള ഐസിസ്, അങ്ങനെയുള്ള ഒരുപാട് ദൈവങ്ങൾ നമുക്ക് ഇവരുടെ ഇടയ്ക്ക് കാണാൻ പറ്റും. ഇതിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് സോളാർ ഗോഡ് എന്ന് പറയുന്നത്. സോളാർ ഗോഡിലെ റേ, ഇതിനൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്നാലും സോളാർ ഗോഡിന്റെ കുറച്ച് സവിശേഷതകൾ കൂടെ നമുക്ക് പറയാനുണ്ട്. അപ്പൊ നമുക്ക് ഈ നാഗരികതകളിലൊക്കെ എല്ലാ സിവിലൈസേഷനിലും സൂര്യൻ എന്ന് പറയുന്നത് ഒരു പ്രധാന ആരാധനാ കേന്ദ്രം തന്നെയാണ്. അതിലൊരു സംശയം വേണ്ട. നമ്മൾ തന്നെ റിപ്പീറ്റ് ചെയ്തിട്ട് മെസൊപ്പൊട്ടാമിയ വരുമ്പോഴും പഠിക്കും. കാരണം ഇതേപോലെ തന്നെ അവർക്ക് സൺ ഗോഡിൽ വിശ്വസിക്കുന്ന ഒരു രീതി തന്നെയാണ് മെസൊപ്പൊട്ടാമിയൻ സിവിലൈസേഷനിലുള്ളത്. അപ്പൊ അത് തന്നെയാണ് ഇവിടെയും കാണുന്നത്, ഈജിപ്ഷ്യൻ സിവിലൈസേഷനിലും. ഇനി ഇവരുടെ സോളാർ കൾട്ടിനെ കുറിച്ച് പറയുമ്പോൾ ഹേക്ക എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഇവർക്കുള്ളത്. എന്താണ്? ഈജിപ്ഷ്യൻ റിലീജിയൻ കോൺസെപ്റ്റിന്റെ പേര് ഹേക്ക. ഹേക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അർത്ഥം തന്നെ മാജിക് എന്നാണ്. മാജിക് എന്നാണ് അറിയില്ലേ, നമുക്ക് ചെയ്യാൻ പറ്റാത്ത കുറെ കാര്യങ്ങൾ ചെയ്യുന്നതാണ് മാജിക് എന്ന് പറയുന്നത്. അപ്പോൾ ദൈവത്തിനെ ഇവര് മാജിക്കിന്റെ ഭാഗമായിട്ട്, അതിന്റെ കൂടെ തന്നെ മെഡിസിന്റെ ഭാഗമായിട്ടും കൂടെ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഹേക്ക എന്നുള്ള പേര്, HEKA, ഹെക്ക. ഹെക്ക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ ഗോഡ് ഓഫ് മാജിക് ആൻഡ് മെഡിസിൻ. അപ്പൊ ഹെക്ക ദൈവത്തിനെ കുറിച്ചാണ് സോളാർ കൾട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട പറയുന്നത്. ഇനി ഗോഡ് ഓഫ് മാജിക് ആൻഡ് മെഡിസിൻ മാത്രമാണോ അത്? ഹെക്ക എന്ന് പറയുന്ന കൾട്ട് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെയും മനുഷ്യരുടെയും ഇടയ്ക്ക് നിൽക്കുന്ന ഒരു മീഡിയേറ്ററിനെ കൂടിയാണ് ഇവർ ഹെക്ക എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ദൈവത്തിന്റെയും അതുപോലെ തന്നെ മനുഷ്യരും ദൈവത്തിന്റെ അടുത്തേക്ക് നമ്മൾ അയക്കുന്ന മെസ്സേജ് എത്തിക്കുന്ന ഒരു മീഡിയേറ്റർ ആണ് ഹെക്ക എന്ന് പറയുന്നത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഹെക്ക ദൈവം വഴി നമ്മൾ കാര്യങ്ങൾ ദൈവത്തിലേക്ക് എത്തിക്കുന്നു. പിന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പീപ്പിൾ ആൻഡ് ദ ഡെയ്റ്റീസ്, അതാണ് ഹെക്ക കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി ഡെയ്റ്റീസ് ആൻഡ് പീപ്പിൾ, ജനങ്ങളും ദൈവവും തമ്മിൽ ഒരു മീഡിയേറ്റർ ആയിട്ട് ഇത് വർക്ക് ചെയ്യുന്നു. അതിന്റെ കൂടെ തന്നെ നമ്മുടെ എർത്തില് പീസ് ആൻഡ് പ്രോസ്പെരിറ്റി, സമാധാനവും യശസ്സും പീസും പ്രോസ്പെരിറ്റിയും ഉണ്ടാക്കിയെടുക്കുന്നത് ആരാണ്? ഈ ഹെക്ക എന്ന് പറയുന്ന കൾട്ടാണെന്നാണ്, അല്ലെങ്കിൽ സോളാർ ഡെയ്റ്റി ആണെന്നാണ് ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ വിശ്വാസം എന്ന് പറയുന്നത്. നമുക്കതിന് ജസ്റ്റ് ഒരു സൺ ഗോഡിന്റെ ഒരു വ്യൂ, അത് നമുക്ക് ഇതിൽ അടുത്തൊരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കിത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. സൺ ഗോഡിന്റെ ഒരു പിക്ചർ ആണ് പറയുന്നത്. അവരുടെ ഒരു വിശ്വാസം ഏതാണ്ട് മനുഷ്യനെ പോലെ തന്നെ തോന്നിക്കുന്ന ഒരു രൂപം, ഒരു ആർട്ട് രൂപമാണ് അവര് സണ്ണിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളത്. അത് നമുക്ക് പുസ്തകത്തിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് നെറ്റിലൊക്കെ നോക്കിയാൽ കിട്ടാവുന്നതേ ഉള്ളൂ. അവരുടെ വിശ്വാസത്തിന്റെ കോൺസെപ്റ്റുകൾ ഒരുപാട് പിക്ചറൽ റെപ്രസെന്റേഷൻസ് കിട്ടും. അത് നമ്മൾ നോക്കിയാൽ മതി. അപ്പൊ അവര് സണ്ണിനെ കുറിച്ച് ഇങ്ങനെ ഒരു വിശ്വാസം അവർക്കുണ്ട്. പിന്നെ ഈ റേ ഗോഡിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു സൂര്യന്റെ ഓരോ സമയത്തും സൂര്യന് ഓരോ ഭാവമായിരിക്കും എന്ന് പറഞ്ഞു. ഉദിക്കുന്ന സമയത്ത് സൂര്യന് അവർ പറയുന്ന പേരാണ് റേ എന്ന് പറയുന്നത്. റേ എന്ന് പറഞ്ഞാൽ ആദ്യം സൂര്യന്റെ ഫസ്റ്റ് ഫോം ആണ് റേ എന്ന് പറയുന്നത്. ദെൻ കുറച്ചും കൂടെ കഴിഞ്ഞ് സൂര്യൻ വളരെ ഉദിച്ചു നിൽക്കുന്ന സമയം, നല്ലോണം വെളിച്ചം നൽകി ഉദിച്ചു നിൽക്കുന്ന ഒരു സമയത്തെയാണ് കെപ്പർ എന്ന് പറയുന്നത്. അപ്പൊ സൂര്യന്റെ പേരെന്താണ്? കെപ്പർ എന്നായി മാറി. ന്യൂൺ, കൂടുതൽ ഉച്ചയ്ക്കാണല്ലേ സൂര്യന്റെ ഏറ്റവും കൂടുതൽ തീക്ഷ്ണമായ ചൂട് അനുഭവിക്കുന്ന സമയം ന്യൂണാണ്. കെപ്പർ എന്നാണ് ആ സമയത്തിന് ഇവര് പറയുന്ന പേര്. ഇനി അടുത്തൊരു സമയമുണ്ട്, സൂര്യൻ ഒന്നും കൂടെ കഴിഞ്ഞൊരു ഈവനിങ് സെക്ഷനിലേക്ക് എത്തുമ്പോൾ അതിനവരെന്ത് പറയും? ആറ്റൻ എന്ന രീതിയിലേക്ക് വിളിക്കാൻ തുടങ്ങും. ആറ്റൻ എന്ന രീതിയിലേക്ക് അവരതിനെ വിളിക്കും. അപ്പോൾ ഒരുപാടുണ്ട്, കെപ്പിയസ് ഉണ്ട്, ആറ്റൻ ഉണ്ട്, സെനിത്ത് ഉണ്ട്, റേ ഉണ്ട്, അങ്ങനെ ഒരുപാട് പേരുകൾ സൂര്യൻ അവര് നൽകുന്നുണ്ട്. ഇതിൽ തന്നെ സൺ ഗോഡ് ആയിട്ടുള്ള റേനെയാണ് ഫാദർ ഓഫ് ഓൾ ഗോഡ്സ് എന്നവർ പറയുന്നത്. സൺ ഗോഡ് ആയിട്ടുള്ള റേനെ എല്ലാ ദൈവങ്ങളുടെയും പിതാവ്, ദൈവങ്ങളുടെ തന്നെ ഒരു പിതാവ്, അല്ലെങ്കിൽ ദൈവങ്ങളുടെ തന്നെ ഒരു ഉയർന്നു നിൽക്കുന്ന ആളെന്ന് പറയുന്നത് ആരെയാണ്? സൺ ഗോഡ് ആയിട്ടുള്ള റേയാണ്. റേ എന്ന് പറയുന്നത് കിങ് ഓർ ഫാദർ ഓഫ് ഓൾ ഗോഡ്സ്. ഇതൊക്കെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. കാരണം ഒരുപാട് വൺവേർഡുകളായിട്ടും അല്ലെങ്കിൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പല സ്റ്റേജിൽ നമുക്ക് ആവശ്യം വരുന്നതാണ് സൺ ഗോഡ്, റേ എന്ന് പറഞ്ഞാൽ കിങ് ഓഫ് ഫാദർ ഓഫ് ഓൾ ഗോഡ്സ് എന്ന രീതിയൊക്കെ.
ഇനി ഇവരുടെ ഈ ഒരു വിശ്വാസം, സൺഗോഡിനെ ചുറ്റിപ്പറ്റിയുള്ള വിശ്വാസം, അത് കൂടുതലായിട്ട് വരുന്നത് 2700 BCE സെക്കൻഡ് ഡൈനാസ്റ്റിയുടെ ഭരണകാലത്താണ്. നമ്മൾ ഈജിപ്ഷ്യൻ സിവിലൈസേഷനിൽ ഒരുപാട് ഡൈനാസ്റ്റീസിനെ കുറിച്ച് പറഞ്ഞു പോയാൽ ഒരുപാട് സംസ്കാരങ്ങളൊക്കെ ഉണ്ട്. അതിൽ 2700 BCE കാലഘട്ടത്തിൽ രണ്ടാമത്തെ വംശം രണ്ടാമത്തെ ഫറവോ ഭരണത്തിന് കീഴിലാണ് ഈ ഒരു വിശ്വാസം കൂടുതലായിട്ട് പുറത്തേക്ക് വരുന്നതും അവരതിനെ ഡെവലപ്പ് ചെയ്തിട്ട് മുന്നോട്ട് കൊണ്ടുവരുന്നതും. അപ്പോൾ ഇതാണ് സൺഗോഡിന്റെ ഒരു സോളാർ കൾട്ടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. സോളാർ കൾട്ട് നമ്മൾ എന്താ പറഞ്ഞത്? ദൈവം എന്ന് പറയുന്നത് മീഡിയേറ്റർ ആണ്. എന്തിന്റെ? വിശ്വാസികളുടെയും ദൈവത്തിന്റെ ഇടയ്ക്കുള്ള ഒരു മീഡിയേറ്റർ ആണ്. ഹെക്ക എന്ന് പറയുന്ന സൺഗോഡ് അല്ലെങ്കിൽ സൂര്യനെ കുറിച്ചുള്ള ഒരു കൾട്ട് അങ്ങനെയാണ് വരുന്നത്. ദെൻ റേ പറഞ്ഞു, കെപ്പർ, സെനിത്ത്, ആറ്റം, ഇതൊക്കെ സൂര്യന്റെ വിവിധങ്ങളായിട്ടുള്ള വേർഷൻസ് ആണെന്നും പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു സോളാർ കൾട്ടിന് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ്. ഇനി നമുക്ക് അടുത്തൊരു ദൈവമാണ് ഈ ഒരു ഈജിപ്ഷ്യൻ സിവിലൈസേഷന്റെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിശ്വാസമാണ് ഒസിറിസ് എന്ന് പറയുന്നത്. ഒസിറിസ് എന്ന് പറയുന്ന ഒരു ഗോഡ് ഈജിപ്ഷ്യൻ സിവിലൈസേഷന്റെ ഒരു പ്രധാന ഭാഗമാണ്. ഇത് ഗോഡ് എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ ഫെർട്ടിലിറ്റിയുടെ ഭാഗമായിട്ടുള്ള ദൈവമാണ് ഒസിറിസ് എന്ന് പറയുന്നത്. ഒസിറിസ് എന്ന് പറഞ്ഞാൽ ഗോഡ് ഓഫ് ഫെർട്ടിലിറ്റി. അപ്പൊ നമുക്കറിയാം അല്ലെ, അവരെന്താണ്? ഒരു എഗ്രികൾച്ചർ സൊസൈറ്റിയാണ്. അപ്പൊ ഒരു എഗ്രികൾച്ചർ സൊസൈറ്റി ആകുമ്പോൾ എന്ത് വേണം? വിളവെടുപ്പ് നന്നായിട്ട് വേണം, നന്നായിട്ട് മഴ ലഭിക്കണം. അങ്ങനെ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സൊസൈറ്റി ആയതുകൊണ്ട് തന്നെ ഫെർട്ടൈൽ ആയിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഫെർട്ടിലിറ്റിക്ക് വേണ്ടിയിട്ട് അവർ ആരാധിക്കുന്ന ഒരു ദൈവമാണ് ആര്? ഒസിറിസ്. ഒസിറിസ് ദ ഗോഡ് ഓഫ് ഫെർട്ടിലിറ്റി. ഫെർട്ടിലിറ്റിക്ക് വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു മാർഗമായിട്ട് കാണുന്നതാണ് ഒസിറിസ് എന്ന ദൈവത്തിനെ ആരാധിക്കുക എന്നുള്ളത്. ഇനി ഒസിറിസിന് ഒരു സിംഗിൾ ഫംഗ്ഷനിങ് മാത്രമല്ല, ഒരു ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷനിങ് ആണ് ഗോഡ് ഓഫ് ഫെർട്ടിലിറ്റി എന്ന് പറയുന്നത്. മറ്റും ഒരുപാട് ഫംഗ്ഷൻസ് അല്ലെങ്കിൽ ഒരുപാട് പ്രവൃത്തികൾ ഇവർക്കുണ്ട്. അതിനൊന്നെന്ന് പറഞ്ഞതാണ് ഡെഡ് കിങ് എന്നറിയപ്പെടുന്നതാണ് ഒസിറിസ്. മരണത്തിന്റെ രാജാവ് എന്നൊക്കെ ഒസിറിസിനെ ഇവർ വിളിക്കുന്നുണ്ട്. ഡെഡ് കിങ്, മരണത്തിന്റെ രാജാവ് എന്ന് വിളിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ മരണത്തിന്റെ രാജാവ് എന്നൊക്കെ വിളിക്കുന്നത്? അതൊരു മിത്ത്, ഒരു കഥയുടെ അടിസ്ഥാനത്തിലാണ് ഇവർ ഈ ഒരു പേര് ഇതിന് നടക്കുന്ന ഒരു ഫറവോ ഭരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അവരുടേതായിട്ടുള്ള ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ഈ പേരുകൾ നടക്കുന്നത്. നമ്മുടെ എല്ലാ വിശ്വാസങ്ങളും എന്താ പറയാ, അതിന്റെ പിന്നിലൊരു കഥ ഉണ്ടായിരിക്കും, ഒരു കെട്ടുകഥ, മിത്തിക്കൽ സ്റ്റോറീസ് എന്ന് നമുക്ക് പറയാം. അതും ചരിത്രവുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ആദ്യം. അതൊന്നും ഹിസ്റ്ററി അല്ല, അതൊന്നും ചരിത്രമായിട്ട് ബന്ധമുള്ള കാര്യങ്ങളും അല്ല, കഥകളാണ്. അത്തരത്തിലൊരു കഥ തന്നെയാണ് ഈ ഒസിറിസിനെ ബന്ധപ്പെടുത്തിയിട്ടും നമുക്ക് പറയാനുള്ളത്. നമ്മൾ പറഞ്ഞു ഒസിറിസ് എന്ന് പറഞ്ഞാൽ ഫെർട്ടിലിറ്റിയുടെ ദൈവമാണ്, ഒരു ഭയങ്കര പവറുള്ള ഒരു ദൈവമാണ്. ഇത് ഗോഡ് ഓഫ് പവർ എന്നാണ് ഒസിറിസിനെ പറയുന്നത് തന്നെ, പവറുള്ള ദൈവമാണ്. അപ്പൊ അതെന്തുകൊണ്ട് പറയുന്നു എന്നുള്ളതിന്റെ കാരണമായിട്ട് ഒരു കഥയാണ് പറയുന്നത്. ഈ കഥ എഴുതിയത് പ്ലൂട്ടാർക്ക് എന്ന് പറയുന്ന ഒരു ഹിസ്റ്റോറിയൻ ആണ്, ഗ്രീക്ക് ഓഥർ ആയിട്ടുള്ള ഒരു ആളാണ് പ്ലൂട്ടാർക്ക്. പ്ലൂട്ടാർക്കിന്റെ ഒരു കഥയില് ഒസിറിസ് എന്ന ദൈവത്തിനെ സേത്ത് എന്ന് പറയുന്ന മറ്റൊരു ദൈവം എന്ത് ചെയ്യുന്നു? കൊല്ലുന്നുണ്ട്. സേത്ത് എന്ന് പറയുന്ന ദൈവം കൊല്ലുന്നു. ഈ ഒസിറിസിനെ എന്നിട്ട് 14 കഷ്ണമാക്കി വെട്ടിയിട്ട് ഈജിപ്തിന്റെ പല പല സ്ഥലത്തായിട്ട് ഇടുകയാണ് ചെയ്യുന്നത്. 14 കഷ്ണമായി വെട്ടിയിട്ട് പല സ്ഥലത്തിട്ടു. അദ്ദേഹത്തിന്റെ ഭാര്യ, ഒസിറിസിന്റെ ഭാര്യയാണ് ഐസിസ് എന്ന് പറഞ്ഞിട്ടുള്ള മദർ ഗോഡസ്. ഒസിറിസിന്റെ ഭാര്യയാണ് ഐസിസ്. ആ മദർ ഗോഡസ് എന്ത് ചെയ്യുന്നു? ഈ ഒസിറിസിന്റെ കഷ്ണങ്ങൾ, പല സ്ഥലത്ത് വെട്ടിയിട്ട കഷ്ണങ്ങളെല്ലാം പെറുക്കിയെടുത്തിട്ട് കത്തിക്കുന്നു. അങ്ങനെ അതിനെ ശവസംസ്കാരം നടത്തുകയാണ് ചെയ്യുന്നത്. പക്ഷെ കത്തിക്കാത്ത ഒരു ശരീരഭാഗത്തിൽ നിന്ന് ഒസിറിസ് എന്ത് ചെയ്യാണ്? പുനർജനിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പുനർജനിച്ച ഒസിറിസ് എന്ത് ചെയ്യുന്നു? പാതാളത്തിന്റെ എന്താ പറയുക അധിപനായിട്ട്, രാജാവായിട്ട് അവിടെ ഭരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അപ്പൊ മരണത്തിൽ നിന്ന് പുനർജനിച്ച ആൾ എന്ന രീതിയിലാണ് ഒസിറിസിനെ ദ ഗോഡ് ഓഫ് പവർ എന്ന് പറയുന്നത്. ഇത് പ്ലൂട്ടാർക്ക് എഴുതിയിട്ടുള്ള ഒരു കഥ മാത്രമാണ്, വളരെ രസകരമായിട്ടുള്ള ഒരു മിത്തിക്കൽ സ്റ്റോറി മാത്രമാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരുപാട് കഥകൾ, ഇത്തരമുള്ള ഒരുപാട് മിത്തിക്കൽ സ്റ്റോറീസ് ആണ് പിന്നീട് ആരാധനയുടെ ഭാഗമായിട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്നത് നമുക്കറിയാലേ. അപ്പൊ ഒസിറിസിനെ കുറിച്ചുള്ള, ഒസിറിസ് ഇത്രയും ശക്തനായിട്ടുള്ള രാജാവാണ് അല്ലെങ്കിൽ ശക്തിയുടെ രാജാവ് എന്നൊക്കെ പറയാൻ ഒരു ദൈവമായിട്ട് കണക്കാക്കാൻ കാരണം എന്ന് പറയുന്നത് ഈ ഒരു കഥയാണ്. ഇനി അങ്ങനെ വന്നിട്ടുള്ള ഇദ്ദേഹത്തിന് പീസ്, ലവ്, ദൈവം എന്ന് പറയുന്ന ഗോഡ് ഓഫ് ലവ് എന്നും അറിയപ്പെടുന്നുണ്ട്. ഒരേ സമയം ഗോഡ് ഓഫ് പവറും ആണ്, അതേസമയം ഗോഡ് ഓഫ് ലവുമാണ് ഇദ്ദേഹം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ലിവിങ് ബീയിങ്സിന്റെ, ജീവനുള്ള എല്ലാ വസ്തുക്കളുടെയും രാജാവാണ് ഒസിറിസ് എന്ന് പറയുന്നത്. കിങ് ഓഫ് ഓൾ ലിവിങ് ബീയിങ്സും ആരാണ്? ഒസിറിസ് ആണ്. ദ ഗോഡ് ഓഫ് ലവും ഒസിറിസ് ആണ്. ദ ഗോഡ് ഓഫ് പവറും ഒസിറിസ് ആണ്. ഫെർട്ടിലിറ്റിയുടെ ദൈവം എന്ന് പറയുന്നതും ഒസിറിസ് തന്നെയാണ്. പിന്നെ ഈ ഒസിറിസിനെ കുറിച്ചുള്ള ഇപ്പൊ തന്നെയാണ് ഒരുപാട് കഥകളുണ്ട്. ഇപ്പൊ പ്ലൂട്ടാർക്ക് ഏതൊരു കഥ ഉണ്ട്, അതുപോലെ ഒരുപാട് മിത്തിക്കലായിട്ടുള്ള കഥകൾ ഒസിറിസിനെ പറ്റിയിട്ട് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒസിറിസിന്റെ
ഒരു ഡെവലപ്മെന്റ്, ഒരു ആരാധനയുടെ കേന്ദ്രം എവിടെ നിന്നാണെന്നോ അല്ലെങ്കിൽ അത് എവിടെ നിന്ന് തുടങ്ങിയെന്നൊന്നും കൃത്യമായിട്ടൊരു അറിവൊന്നും ലഭിക്കുന്നില്ല. അതൊരു ഡിസ്പ്യൂട്ടഡ് ആണ്. ഓസിറിസിനെ പറ്റിയുള്ള കഥകളൊക്കെ മിത്തിക്കലായിട്ട് തന്നെ ഒരു ഡിസ്പ്യൂട്ടഡ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി ഓസിറിസിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഓസിറിസും അപ്പൊ സൺ ഗോഡിനെ കുറിച്ച് നമ്മൾ ആദ്യം പറഞ്ഞു. സോളാർ കൾട്ടിലെ പ്രധാനമായിട്ടുള്ള ദൈവമാണ് സൺ ഗോഡിനെ കുറിച്ച് പറഞ്ഞു, ഓസിറിസിനെ കുറിച്ച് പറഞ്ഞു. ഇനി നമുക്ക് അടുത്തതായിട്ട് എമൻ, മൊട്ട്, നോംസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ദൈവങ്ങളുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്രിയേറ്റർ ഓഫ് ഗോഡ് ഉണ്ട്, ക്രിയേറ്റർ ഓഫ് വാറിൻ്റെ ഉണ്ട്, ഡെത്തിൻ്റെ ഉണ്ട്, ഫെർട്ടിലിറ്റിയുടെ ഉണ്ട്. അങ്ങനെ ഒരുപാട് ദൈവങ്ങളിൽ പെടുന്നതാണ് എമൻ, മട്ട്, നോംസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അത്ര ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് വെച്ചാൽ ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷെ അത്ര ഡീറ്റെയിൽ ആയിട്ടൊക്കെ പോകാൻ പറ്റില്ല. ഒരുപാട് കാര്യങ്ങളുണ്ട്, പലതും റിപ്പീറ്റേഷനുമാണ്. നമുക്ക് ഒരെണ്ണം പഠിച്ചാൽ തന്നെ അടുത്തത് കിട്ടാനും പറ്റും. അങ്ങനത്തെ കുറേ ദൈവങ്ങൾ ഒരുപാട് 300-ൽ പരം ദൈവങ്ങളുടെ പേര് തന്നെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്, എഴുത്തിൽ നിന്ന് വായിച്ചെടുത്തിട്ടുണ്ട്. അത്രയും കാര്യങ്ങൾ നമുക്കിതിൽ പഠിക്കാനുണ്ട്. ഇനി നമുക്ക് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഈ സൺ ഗോഡ് തന്നെ പിന്നീട് എക്കനാറ്റൻ എന്ന് പറയുന്ന ഒരു ഫറോവന്റെ കാലത്ത് 18ാമത്തെ ഡൈനാസ്റ്റിയിലെ ഏതാണ്ട് ലാസ്റ്റിലേക്കൊക്കെ വരുമ്പോൾ ഒരു റൂളറാണ് എക്കനാറ്റൻ എന്ന് പറയുന്നത്. ഈ എക്കനാറ്റന്റെ കാലഘട്ടത്തിലേക്കൊക്കെ വരുമ്പോൾ സൺ ഗോഡിന് തന്നെ എന്താവുന്നുണ്ട്, ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. സൺ ഗോഡിന് സ്വയം പ്രകാശം പരത്താൻ കഴിയുന്ന ഒരു ദൈവം എന്ന രീതിയിലേക്കൊക്കെ ഒരു എക്സ്പ്ലനേഷൻ, ഇറ്റ് പ്രൊഡ്യൂസേഴ്സ് ബ്രൈറ്റ്നസ്, അങ്ങനെയൊക്കെ രീതിയിലേക്ക് അതിന് പല വേർഷനുകളും വരുന്നുണ്ട്. അപ്പോൾ ഓരോ രാജാക്കന്മാർ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഓരോ പീരീഡ് കഴിയുമ്പോൾ തന്നെ ഉണ്ടായിരുന്ന വിശ്വാസത്തിൽ തന്നെ എന്തൊക്കെ വരുന്നുണ്ട്, മാറ്റങ്ങൾ വരുന്നുണ്ട്. ഓരോ വിശ്വാസങ്ങളും ഇങ്ങനെ ഇലാബറേറ്റ് ചെയ്തിട്ട് ഒന്നിൻ്റെ കൂടെ അതിനെ ഇങ്ങനെ കഥകൾ കൂടിക്കൂടി വരികയാണ്. മിത്തിക്കൽ സ്റ്റോറീസ് കൂടിക്കൂടി വന്നിട്ട് ഒരു വിശ്വാസം അങ്ങനെ ഡെവലപ്പ് ചെയ്തിട്ട് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ദൈവങ്ങളുടെ കാര്യം പറഞ്ഞപ്പോൾ ഒരുപാട് പേരുടെ പേര് പറഞ്ഞു. ഇമ്പോർട്ടൻ്റ് ആയിട്ട് സോളാർ കൾട്ടും ഒസിറിസിനെ കുറിച്ചുമാണ് പറഞ്ഞത്. ഇനി നമുക്ക് ഹാർമണി ആൻഡ് എറ്റേണിറ്റി എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അപ്പോൾ നമ്മൾ ദൈവങ്ങൾ സോളാർ ഗോഡ് മാത്രമല്ല നമുക്ക് പഠിക്കാനുള്ളത് അല്ലേ. ഹാർമണിയായിട്ട് ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ മറ്റ് ദൈവങ്ങൾ, സ്റ്റാർസ്, സണ്ണിനെ പോലെ തന്നെ ഈ വിശ്വാസങ്ങളിൽ പ്രധാനമായിട്ടുള്ള ഒന്നാണ് നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത്. ഈ സ്റ്റാർസിനെ ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് എസ്ട്രോണമി ഒക്കെ ഇവർ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. സ്റ്റാർസിനെ ബന്ധപ്പെട്ട് അപ്പോൾ ഈ സ്റ്റാർ നക്ഷത്രങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഭാവി പ്രവചിക്കുക, ഹ്യൂമൻ ബിഹേവിയർ പ്രവചിക്കുക, ഇതൊക്കെ ഈജിപ്ഷ്യൻ സിവിലൈസേഷനിലും ഉള്ള കാര്യം തന്നെയായിരുന്നു. അപ്പം ഇന്ന് നമ്മൾ കാണുന്ന പലതും അതിൻ്റെയൊക്കെ ഒരു പഴയ വേർഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ ഇവിടെ നിന്നൊക്കെ ആയിരിക്കാം ഇന്നത്തെ പല വിശ്വാസങ്ങളും ഒറിജിനേറ്റ് ചെയ്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ സ്റ്റാർസിനെ കുറിച്ചുള്ള വിശ്വാസങ്ങൾ, സ്റ്റാർസിനെ ബേസ് ചെയ്തിട്ട് ഒരാളുടെ ഭാവി തീരുമാനിക്കുക, ഒരു നാടിൻ്റെ തന്നെ ഭാവി തീരുമാനിക്കുക, ഒരു വ്യക്തിയുടെ ക്യാരക്ടർ നിർണ്ണയിക്കുക, ഇതൊക്കെയും ആ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള അസ്ട്രോണമിക്കൽ ആയിട്ടുള്ള ഡെവലപ്മെന്റ്സും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഈ ഒരു ഭാഗത്തിൽ യൂണിറ്റ് 3-ലെ റിലീജിയൻ എന്ന് പറയുന്ന ഭാഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ എന്താണ് ഇവല്യൂഷൻ ഓഫ് റിലീജിയൻ പറഞ്ഞു, അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റീസിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ റാ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ഗോഡസ് ആണ് റാ. പിന്നെ ഐസിസ് മദർ ഗോഡസ് ആണ്, അവിടെ അറിയപ്പെടുന്ന ഒരു പ്രധാന മദർ ഗോഡസ് ആണ് ഐസിസിനെ കുറിച്ച് പറഞ്ഞു, ഒസിറിസിനെ കുറിച്ച് പറഞ്ഞു. അങ്ങനെ ഒരുപാട് ദൈവങ്ങളെ കുറിച്ച്, സ്റ്റാർസ് അതിനൊക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ട് അസ്ട്രോണമി അവർ ഡെവലപ്പ് ചെയ്തിരുന്നു, അതിനെക്കുറിച്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളിവിടെ പറഞ്ഞു പോയിട്ടുണ്ട്. ഇത്രയാണ് ഈ യൂണിറ്റിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.